പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. പ്രകൃതി ജീവനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതെല്ലാം ഭക്ഷണപാനീയങ്ങളാണ് ശരീരത്തെ നന്നാക്കി തരുന്നത് അല്ലെങ്കിൽ മോശമാക്കാത്തത്, ഏതെല്ലാമാണ് മോശമാക്കുന്നത്. ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനെയൊരു ധാരണ ഒരു തരത്തിൽ വളരെ നന്നായി തന്നെ വരുന്നുണ്ട്. മറുഭാഗത്ത് മരുന്നുകളോടുള്ള ഒരു സൗഹൃദം, മരുന്നുകൾ ആരോഗ്യത്തെ നന്നാക്കി തരുന്നതാണ്, രോഗത്തെ മാറ്റിത്തരുന്നതാണ് എന്ന ഒരു അന്ധവിശ്വാസം കൂടുതലായി കാണുന്നുണ്ട്. ചായ കാപ്പിയുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്, പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചിട്ടുണ്ട്. നമ്മിൽ പലരും കരുതുന്നതിനേക്കാൾ വിവേകത്തോടെയാണ് നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി കൂടെയാണ് അവർ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത്, ജിമ്മിൽ പോകുന്നത്, കളിക്കാൻ. കേരളമൊട്ടാകെ ഒരു പുതിയ ട്രെൻഡാണ് മോഡേൺ കളിക്കളങ്ങൾ. ഫ്ലഡ് ലൈറ്റുകളെല്ലാം വെച്ച് രാത്രിയും പകലും എല്ലാം കളിക്കുന്ന, അത് വളരെ പെട്ടെന്നാണ് കേരളത്തിൽ പടർന്നു പിടിക്കുന്നത്. അത് ആരോഗ്യത്തോടുള്ള കേരളത്തിലെ യുവത്വത്തിൻ്റെ, ജെൻസിയുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. പക്ഷേ ഇതിനിടയിലെല്ലാം പതിയിരിക്കുന്ന ചില ചതിക്കുഴികൾ പലപ്പോഴും ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അതിൽ ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ജിം പരിശീലകൻ്റെ മരണം ഹൃദയാഘാതം മൂലം. കഴിച്ച മരുന്നുകൾ അപകടകാരികൾ. 2025 നവംബർ 8 പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. കേവലം 28 വയസ്സ് മാത്രമുള്ള യുവത്വം തുളുമ്പുന്ന ഒരു ചെറുപ്പക്കാരൻ ഹൃദയാഘാതം മൂലം മരിച്ചു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ച മരുന്നുകളും കഴിച്ചുകൊണ്ടിരുന്ന പ്രോട്ടീൻ പൗഡറുകളുമൊക്കെയാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വളരെ അഴകുള്ള, യൗവനം തുടിച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അകാലത്തിൽ പൊലിഞ്ഞുപോയ, ആരോഗ്യ സംരക്ഷണത്തിന് ഇറങ്ങിത്തിരിച്ച് ജീവൻ തന്നെ നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ പേര് മാധവ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ കുമരനെല്ലൂർ 1-ാം കല്ല് ചങ്ങാലി മാധവൻ. ആ ചിത്രം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. ആ കുടുംബം എങ്ങനെ ഈ ദുഃഖം താങ്ങുമെന്ന്, എങ്ങനെ അതിൽ നിന്ന് അവർ കരകയറുമെന്നറിയില്ല. പലപ്പോഴും ഒരു കുട്ടി, 2 കുട്ടിയൊക്കെയാണ് മാതാപിതാക്കൾക്കുണ്ടാകുക. ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ അവരോടൊപ്പം പങ്കുചേരുകയാണ്. അതല്ലാതെ മറ്റെന്താ ചെയ്യാനാകുക. സ്റ്റിറോയിഡ്, പ്രോട്ടീൻ പൗഡർ, ക്ലെൻബൂട്രോൾ ടാബ്ലറ്റുകൾ, ഇതൊക്കെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്റ്റിറോയിഡുകളും ഈ ടാബ്ലറ്റുമൊക്കെ, അതേപോലെ കഴിക്കുന്ന, ഒരാവശ്യമില്ലാതെ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഹൃദയാഘാതം മാത്രമല്ല, ഹൃദ്രോഗം മാത്രമല്ല ഉണ്ടാക്കുക, കരളിൻ്റെയും വൃക്കകളുടെയും പ്രവർത്തനം മോശമാക്കും, കേടുവരുത്തും. ആളുകൾക്കൊരു ധാരണയുണ്ട്, പ്രോട്ടീൻ വേണം, ആരോഗ്യം നിലനിർത്താൻ പ്രോട്ടീൻ വേണം. എന്തായി പ്രോട്ടീൻ? എന്തായി പ്രോട്ടീൻ? പ്രോട്ടീൻ വേണ്ടേ? അതിനെ ഇറച്ചി, മുട്ട, പാല്, പ്രോട്ടീൻ പൗഡർ, അങ്ങനെ പലതുമൊക്കെ കഴിക്കണ്ടേ? ഓക്കെ, 80 കിലോ 100 കിലോ വരെ മനുഷ്യന് തൂക്കം ഉണ്ടാവാം. ഒരാനയുടെ തൂക്കം എത്രയാ? ഒരാനയ്ക്ക് എത്ര പ്രോട്ടീൻ വേണം? എത്ര കാൽഷ്യം ഉണ്ടെങ്കിലാണ് ആനയുടെ എല്ലുകൾക്ക് ബലം കിട്ടുക? എന്നിട്ട് ആന മുട്ട കഴിച്ചിട്ടാ പ്രോട്ടീൻ നേടുന്നത്, കാൽഷ്യം ഉണ്ടാക്കുന്നത്. കച്ചവട വൈദ്യശാസ്ത്രത്തിൻ്റെ ഇത്തരത്തിലുള്ള കെണികളിൽ പോയി നിങ്ങൾ വീഴല്ലേ. പഴങ്ങളിലും പ്രോട്ടീനുണ്ട്, പച്ചക്കറിയിലും പ്രോട്ടീനുണ്ട്, അരിയിൽ പ്രോട്ടീനുണ്ട്,
കുറഞ്ഞ അളവിലാണെങ്കിലും. ഒരു മനുഷ്യന് 1 കിലോ തൂക്കമുണ്ടെങ്കിൽ 1 ഗ്രാം 1.2 ഗ്രാം 1 കിലോയ്ക്ക് അത്രയേ ആവശ്യമുള്ളൂ. നിങ്ങൾ കരുതുന്നത് പോലെ കൂടുതൽ പ്രോട്ടീൻ ശരീരം ആവശ്യപ്പെടുന്നില്ല. ശരീരത്തിന് ഇത്രയല്ലേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കാട്ടിലെ ആനയ്ക്ക് മരക്കമ്പ് വലിച്ചൊടിച്ച് തിന്നിട്ട് ഈ വലിയ തടി കൊണ്ട് നടക്കാനുള്ള പ്രോട്ടീനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, കാൽഷ്യം കിട്ടുന്നുണ്ടെങ്കിൽ, മഗ്നീഷ്യം, സോഡിയം, കാട്ടാന ഏതുപ്പാണ് ഉപയോഗിക്കുന്നത്? റോക്ക് സോൾട്ടാണോ, സീ സോൾട്ടാണോ, അയോഡിൻ ഉപ്പാണോ? ഏതുപ്പാ ഉപയോഗിക്കുന്നത്? മുട്ടയും പാലും ഇറച്ചിയും കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവുമോ? ഈ പ്രകൃതിക്കാരൊക്കെ കണ്ടില്ലേ മെലിഞ്ഞിങ്ങനെ ഇരിക്കണത്? അങ്ങനെ ഇരുന്നാൽ മതിയോ? അബദ്ധധാരണകളിൽ നിന്ന് രക്ഷപ്പെടുക. കച്ചവട വൈദ്യശാസ്ത്രം ഇതുപോലുള്ള നിരവധി കെണികൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഊർജസ്വലത, നിങ്ങളുടെ ഉന്മേഷം, ഉത്സാഹം, തേജസ്, ഓജസ്, പ്രസന്നത, ക്ഷീണമില്ലാതെ ജോലികൾ ചെയ്യാനുള്ള കരുത്ത്, അത് ഏറ്റവും കൂടുതലുള്ളത് പ്രകൃതി ജീവനം പാലിക്കുന്നവർക്കാണ്. എത്ര ബോഡി ബിൽഡേഴ്സ് സസ്യാഹാരികളായിട്ടുണ്ട്. ദീർഘദൂര ഓട്ടക്കാരിൽ, കായിക താരങ്ങളിൽ സസ്യാഹാരികളുണ്ട്. പക്ഷെ ബഹുഭൂരിഭാഗം ആളുകളും നമ്മുടെ ലോകത്ത് മാംസാഹാരികളാണ്. കായികമായി അധ്വാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ കായികമായ മത്സരങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ നല്ല തീറ്റ തിന്നണം. ഇറച്ചി മീനും മുട്ടയൊക്കെ കൊണ്ടങ്ങനെ ഒരു അബദ്ധധാരണ ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് പരത്തിയിട്ടുള്ളത് കൊണ്ട് ബഹുഭൂരിഭാഗം ആളുകളും ആ വിഭാഗത്തിൽ പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നീണ്ടു നിൽക്കുന്ന സ്റ്റാമിന സസ്യാഹാരികളുടേതാണ്. രോഗങ്ങളില്ലാത്ത ജീവിതവും കൂടുതലും സസ്യാഹാരികൾക്കാണ്. പക്ഷെ സസ്യാഹാരം എന്ന് പറഞ്ഞ് പഞ്ചസാര തിന്നുക, വറുത്തതും മൊരിച്ചതും കഴിക്കുക, വൃത്തികെട്ട എണ്ണകൾ ഉപയോഗിക്കുക, മോശം പാത്രങ്ങളിൽ അലൂമിനിയം, ഹിൻഡാലിയൻ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പാചകം ചെയ്ത് കഴിക്കുക, പാചകം ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുക, തമ്മിൽ ചേരാത്തത് കഴിക്കുകയൊക്കെ വന്നാൽ സസ്യാഹാരികളുടെ കാര്യവും രക്ഷയില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TS ഹിതേഷ് ശങ്കറാണ് ഈ യുവാവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അദ്ദേഹം പറയുന്നത് സ്റ്റിറോയിഡുകളും പ്രോട്ടീൻ പൗഡറും ഉപയോഗിക്കുന്നത് എല്ലിന് ബലക്ഷയമുണ്ടാക്കുകയും മൂത്രത്തിൽ യൂറിയയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് വൃക്കകളുടെയും കരളിൻ്റെയും പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് 3-4 പ്രാവശ്യമെങ്കിലും ജിമ്മുകളിൽ പോകുന്ന ചെറുപ്പക്കാരുടെ ഈ പ്രവണതയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കൊല്ലത്ത് ബോഡി ബിൽഡിങ്ങിൽ തിളങ്ങി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തെ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹമാണ് എൻ്റെ അടുത്തേക്ക് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നത്. നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, പക്ഷെ ബ്ലഡ് ക്യാൻസറാണ്. ഇയാൾക്ക് ബ്ലഡ് ക്യാൻസർ വരാനെന്ത് കാരണം? ബ്ലഡ് ക്യാൻസർ നിരവധി മരുന്നുകളാണ് ഉണ്ടാക്കുന്നത്. 90% ബ്ലഡ് ക്യാൻസറും മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ്. പ്രത്യേകിച്ച് പാരാസിറ്റമോൾ ഉപയോഗിച്ചാൽ. പാരാസിറ്റമോൾ മേ കോസ് ഹെമറ്റോളജിക് മാലിഗൻസീസ്, cancer that affects blood, bone marrow and lymph nodes. നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്ക്. കൊല്ലത്ത് വന്ന ചെറുപ്പക്കാരനെ ചോദിച്ച് അയാൾ പാരാസിറ്റമോൾ കഴിക്കാറില്ല, ഇംഗ്ലീഷ് മരുന്നുകളെ കഴിക്കാറില്ല, ഭക്ഷണത്തിൽ വളരെ ജാഗ്രതയുണ്ട്, ശ്രദ്ധയുണ്ട്, വറുത്തുമൊരിച്ചതും തരംതാണ എണ്ണകളും അങ്ങനെയും കഴിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരന്
ക്യാൻസർ വന്നത്. ഈ രണ്ടുപേരും ഇരുന്ന് ആലോചന, ഞാനും ചോദ്യങ്ങൾ. പെട്ടെന്ന് കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു, സാറേ, ഇവനൊരു 2 കൊല്ലം മുമ്പ് ജിമ്മിൽ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഡെക്കാഡുറോബോളിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നിൻ്റെ കോമ്പിനേഷനാണത്, അത് കുത്തിയിരുന്നു. ഞാൻ എൻ്റെ കയ്യിലിരുന്ന മൊബൈലിൽ ഡെക്കാഡുറോബോളിൻ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ബ്ലഡ് ക്യാൻസർ എന്ന് വന്നു. ഈ ദിവസം ഞാൻ വീണ്ടും നോക്കുമ്പോൾ അങ്ങനെ വരുന്നുമില്ല. മരുന്ന് കമ്പനിക്കാരുടെ സ്വാധീനം അങ്ങനെയൊക്കെയാണെന്ന് കരുതിയാൽ മതി. ഞാനിതാ ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുത്തു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പ്രകൃതി ചെയ്യാൻ അവരോട് പറഞ്ഞു, പക്ഷേ എനിക്കൊരു ഉറപ്പും തരാൻ പറ്റുകയില്ല. ഒരു ക്യാൻസർ രോഗിക്കെന്നല്ല, ചൊറിയുള്ള ഒരാൾക്ക് പോലും നമ്മളാരും ഉറപ്പ് കൊടുക്കില്ല. നമ്മൾ ആരാണ് ഉറപ്പ് കൊടുക്കാൻ? അത് ആ ശരീരത്തിൻ്റെ അവസ്ഥാവിശേഷം, ആ ശരീരത്തിൻ്റെ ഭൂതകാല ചരിത്രം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പ്രാണശക്തിയുടെ, രോഗപ്രതിരോധ ശേഷി എന്ന് അവർ പറയുന്ന ആരോഗ്യശേഷിയുടെ പ്രവർത്തനത്തിൽ വരുന്നൊരു കാര്യമാണ്. ആ ചെറുപ്പക്കാരൻ പിന്നെ വന്നില്ല, എൻ്റെ ചികിത്സ എടുത്തില്ല. RCCയിലെ ചികിത്സ തുടർന്നു എന്ന് പിന്നീട് അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരൻ കൊല്ലത്ത് ഒരു പ്ലേ സ്കൂള് തുടങ്ങി. അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെയാണ് വിളിച്ചത്. ഉദ്ഘാടകനായി ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിച്ചു. സങ്കടത്തോടെ അയാൾ പറഞ്ഞു, അവരുടെ ബാച്ചിൽ 12 ബ്ലഡ് ക്യാൻസർ രോഗികളുണ്ടായിരുന്നു. 12ാമനായിരുന്നു ഇയാൾ. ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ അതിൽ ഒരാൾ, ചിലപ്പോൾ 2 ആളോ ഉണ്ടാവില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, കണ്ണിൽ നിന്നൊക്കെ ചോര തെറിച്ച്, മൂക്കിൽ നിന്ന് തെറിച്ച്, വായിലൂടെ ചോര വന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ അവസാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ മനുഷ്യരെ? എന്നാലല്ലേ കിട്ടാവുന്ന കാശെല്ലാം എവിടെ നിന്നെല്ലാം വീട് വിറ്റായാലും എല്ലാം വിറ്റ് തുലച്ചായാലും വാരിക്കൂട്ടി വിദേശത്തു നിന്നൊരു മരുന്നിറങ്ങുന്നുണ്ട്. അമേരിക്കയിലൊരു പുതിയ മരുന്നിറങ്ങിയിട്ടുണ്ട്. ഒരു കുത്തിവയ്പ്പിന് 4 ലക്ഷം ആകും. അതിനൊക്കെ ആളുകൾ തയ്യാറാകുള്ളൂ. ഈ ഭീകരത ഇങ്ങനെ ഉണർത്തി അതിനെ തരണം ചെയ്യണ്ടേ, രക്ഷപ്പെടാൻ നോക്കണ്ടേ, പഠിച്ച പണി 18 കഴിക്കട്ടെ, കിട്ടാവുന്നതെല്ലാം ചെയ്യണ്ടേ. ആ ഒരു അവസ്ഥയിലേക്ക് രോഗിയെയും ബന്ധുക്കളെയും പല ക്യാൻസർ ചികിത്സകരും കൊണ്ടുപോയി എത്തിക്കും. പറയും, പ്രതിക്കൊന്നും പോയേക്കരുത്, അങ്ങനെ പോയ ആൾക്ക് ഇങ്ങനെ പറ്റി, പറഞ്ഞു പേടിപ്പിക്കും. വേറെ ഒരു ചികിത്സയ്ക്കും പോയേക്കരുത്, ഇത് മാത്രമേ ചെയ്യാവൂ, കൊള്ളയടിക്കാനാണ്, പിഴിഞ്ഞൂറ്റി കാശെടുക്കാനാണ്. അങ്ങനെ ഓരോരുത്തരായി ആ ഗ്രൂപ്പിൽ മരിച്ച് ഒടുവിൽ ഇയാളും വിധിക്ക് കീഴടങ്ങി. കോട്ടക്കലിനടുത്ത് വൈലത്തൂരിനുമടുത്ത് പകര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു അബ്ദുൾ ലത്തീഫ് ഉണ്ട്. നല്ല ഒരു പ്രകൃതി പ്രവർത്തകനാണ്. ലത്തീഫ് ഒരു ദിവസം പറഞ്ഞു, വളാഞ്ചേരിക്കടുത്ത് ഒരു ചെറുപ്പക്കാരൻ ജിമ്മിൽ പോയി മസിൽ ബിൽഡ് ചെയ്യാനുള്ള ഏതോ ഒരു മരുന്ന് കുത്തിയതാണ്. മസിൽ ബിൽഡ് ചെയ്തു. കുത്തുകൊണ്ട കൈയുടെ മാത്രം ആ ചെറുപ്പക്കാരൻ്റെ കാലിനേക്കാൾ വലുതായി ഇടത്ത് കൈ. ഒരു കാലിന് മന്ത് ബാധിച്ചാൽ എങ്ങനെയാകുമോ അതുപോലെ വീർത്തു. വെല്ലൂര് വരെ കൊണ്ടുപോയി. എല്ലായിടത്തും ഈ കൈ മുറിച്ചു മാറ്റണമെന്നാണ് പറഞ്ഞത്. ബാപ്പ പറഞ്ഞു, അവൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അവൻ്റെ ജഡൻ 2ഇടത്തായി മറവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാത്ത ചികിത്സകൾ നോക്കാൻ തുടങ്ങി. എൻ്റെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന ഒരു തങ്ങള് ഇദ്ദേഹത്തിന് പ്രകൃതി രീതികൾ അദ്ദേഹത്തിന് അറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുത്തു. നല്ല ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കൊണ്ടൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെന്ന് കാണണമെന്ന് അബ്ദുൾ ലത്തീഫിനും ഈ തങ്ങൾക്കും ഭയങ്കരമായൊരു നിർബന്ധം. ആ ദിവസങ്ങളിൽ എനിക്ക് അല്പം പോലും സമയമില്ലാത്ത ഓട്ടമാണ്. എന്നാലും രാത്രി ഒരു 8:30 മണിയോടെ ഞാൻ വളാഞ്ചേരിയിൽ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആ രാത്രിയിൽ
ലത്തീഫും ലത്തീഫിൻ്റെ 3-4 സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ലത്തീഫിനോട് ഞാൻ പറഞ്ഞു, ലത്തീഫ്, ഈ ചെറുപ്പക്കാരൻ ഏത് മരുന്നെടുത്താണ് കുത്തിയത് എന്ന് വീട്ടിൽ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കണം, അത് നമുക്ക് കിട്ടണം. പണി പൂർത്തിയാക്കാത്ത ഒരു വാർക്ക വീട്, സാധാരണ കൊച്ചു വീട്, ഇഷ്ടിക പുറത്ത് കാണാം, തേച്ചിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല. കയറി ചെല്ലുന്ന വരാന്ത, പ്രധാന മുറി, അതിൻ്റെ സൈഡിലെ മുറിയിലാണ് ഈ ചെറുക്കൻ കിടക്കുന്നത്. ആ ദിവസം മനസ്സിനുണ്ടായൊരു വേദന. പൂവമ്പഴം പോലെ അഴകുള്ളൊരു ചെറുപ്പക്കാരൻ കട്ടിലിൽ കിടക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ കയ്യ് കട്ടിലിനടുത്തൊരു വീഞ്ഞപ്പലക കൊണ്ട് സ്റ്റാൻഡ് പോലെ അടിച്ച് അതുമ്മ കയറ്റി വെച്ചിരിക്കുന്നു. ഈ കൈയുടെ തടവുകാരനാണ് ആ ചെറുപ്പക്കാരൻ. ആ കൈ ഒന്ന് ഉയർത്താനോ ആ കൈ പൊക്കി നടക്കാനോ കഴിയാത്ത വിധം മസിൽ ബിൽഡിംഗ് മരുന്ന് കുത്തി ചീർത്തു വീർത്ത കൈയുടെ തടവുകാരനായി കിടക്കുകയാണ്. എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ ഈ ഭ്രാന്ത് കാണിച്ചതെന്ന്, അത്രയ്ക്ക് ആരോഗ്യമുള്ള ശരീരമുള്ള അഴകുള്ളൊരു ചെറുപ്പക്കാരൻ, ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും. ഞാൻ പൾസ് ഒന്ന് പിടിച്ചു നോക്കി. അപ്പോൾ സാരമില്ല, ഇതൊക്കെ ചെയ്യൂ എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ലത്തീഫും സുഹൃത്തുക്കളും ഈ ചെറുപ്പക്കാരൻ്റെ ബാപ്പയുമായി സംസാരിക്കുകയാണ്. അന്ന് ലത്തീഫെ, ഇറങ്ങാം. സാറേ, കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിക്കണ്ട, വേഗം ഇറങ്ങിക്കോ. പോരുന്ന വഴി ലത്തീഫ് ചോദിച്ചു, എങ്ങനെയുണ്ട് സാറേ അത്? ലത്തീഫെ, കിട്ടാൻ പ്രയാസമാണ്, ഏത് നേരത്തും എന്നും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. പക്ഷെ സാറേ, നമ്മുടെ രീതി ചെയ്തിട്ട് നല്ല ആശ്വാസമുണ്ട്. അത് ശരിയാണ്, പ്രകൃതി രീതികൾ ചെയ്താൽ ആശ്വാസമൊക്കെ കിട്ടും. ആശ്വാസത്തോടെയുള്ള മരണമെങ്കിലും ഉറപ്പാണ്. തങ്ങൾ വിളിച്ചു, ഞാൻ തങ്ങളോടും പറഞ്ഞു, തങ്ങളെ പ്രയാസമാണ്. തങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല സാറേ, നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ മുന്നോട്ട് പോവില്ല. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ലത്തീഫ് എന്നെ വിളിക്കുന്നു. വെളുപ്പിന് 4:30 മണിക്ക് ചെറുക്കൻ മരിച്ചു. നിരന്തരമായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, ഇദ്ദേഹം കോവിഡിൻ്റെ വാക്പാപം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വലിയൊരു ചതിയാണ്, ഒരു അന്താരാഷ്ട്ര ചതിയാണ് നമ്മുടെ ജനതയ്ക്ക് നേരെ നടന്നിട്ടുള്ളത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് നേരെ. അതിലും ഭീകരമായ ആക്രമണമാണ്. അത് മനസ്സിലാകണമെങ്കിൽ അമേരിക്ക ഇക്കാലമത്രയും രഹസ്യരേഖയായി വെച്ചുകൊണ്ടിരുന്ന നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം 200, നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡി മെമ്മോറാണ്ടം 200, NSSM 200, അതൊന്ന് നെറ്റിൽ നോക്കണം. ഇന്ത്യ തുടങ്ങി എത്യോപ്യ വരെയുള്ള 13 ലീസ്റ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളിലെ പെരുകുന്ന ജനസംഖ്യ അമേരിക്കയുടെ ഭാവി വികസനത്തിന് അപകടമാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ കുടുംബാസൂത്രണം നടപ്പിലാക്കണം. ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള ചെറുപ്പക്കാർ ജനസംഖ്യാ വർധനവിൽ വളരെ അപകടകാരികളാണ്. സ്ത്രീക്ക് തൊഴിൽ കൊടുത്ത് അപ്പോൾ പിന്നെ 5 തൊട്ടൊന്നും പ്രസവിക്കില്ല. ഓരോരോ സ്ഥലങ്ങളിലേക്ക് മാറ്റണം. ഭർത്താവിന് കണ്ണൂർ ജോലി, ഭാര്യയ്ക്ക് തിരുവനന്തപുരത്ത് ജോലി, വീട് ഇടുക്കിയിൽ. ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ കയറി, ബസ് കയറി, വ്യവസായമൊക്കെ പുരോഗമിക്കും. ഇവർ കാണുന്ന സമയമൊക്കെ കുറഞ്ഞിരിക്കും, ബന്ധപ്പെടുന്നതും കുറയും. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള അതിസൂക്ഷ്മമായ പ്ലാനിങ്ങിൻ്റെ ഇരകളായിട്ടാണ് 3ാം ലോകരാജ്യങ്ങളിലെ ജനങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് സായിപ്പ് തരുന്ന
കൊക്കരക്കോളയും പെപ്സിക്കൊള്ളയും കുടുംബാസൂത്രണത്തിന് ഉപയോഗിക്കാവുന്നൊരു സാധനമാണ്. 2-3 ദിവസവും കുടിച്ചുകൊണ്ടിരുന്നാൽ മതി, ബീജങ്ങൾ ഉണ്ടാവില്ല. അതിലൊരു ചെറിയ കെമിക്കലുകൾ ചേർത്തുവിട്ടാൽ ഒരു പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ വന്ധ്യംകരിക്കാൻ സാധിക്കും, സ്ത്രീകളെ വന്ധ്യകളാക്കാൻ സാധിക്കും. ഫുഡ് വെപ്പൺ, വെതർ വെപ്പൺ, ഡ്രഗ് വെപ്പൺ, വാക്പാപ വെപ്പൺ, ആയുധങ്ങൾ, രാസായുധങ്ങൾ, ബോംബുകൾ, പാറ്റൺ ടാങ്കുകൾ, തോക്കുകൾ, അതൊക്കെ പഴഞ്ചൻ സാമഗ്രികളാണ്. പുതിയ യുദ്ധ സാമഗ്രികൾ ഒരു രാജ്യത്തിൻ്റെ കാലാവസ്ഥ തകിടം മറിപ്പിക്കുക. മഴ പെയ്യിപ്പിക്കാമെങ്കിൽ മഴ പെയ്യിപ്പിക്കാതിരിക്കാനും സാധിക്കും. ഈ കെണികളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഞങ്ങൾ ഗൂഢാലോചനാ സിദ്ധാന്തക്കാരാണ്, വിഡ്ഢികളാണ്, പിന്തിരിപ്പന്മാരാണ്, വികസന വിരോധികളാണ്, അശാസ്ത്രീയരാണ്, കഥയറിയാതെ ആട്ടം കാണുന്ന, മിന്നുന്നതൊക്കെ പൊന്നാണ് എന്ന് കരുതി പാശ്ചാത്യ വികസന പ്രഭയിൽ കണ്ണഞ്ചിച്ചിരിക്കുന്ന മനുഷ്യ തവളകളാണ് ശാസ്ത്രീയരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾക്കെതിരെ, നിങ്ങളെ ഏതു വിധേനയും വന്ധ്യരാക്കാൻ, ഷണ്ഡന്മാരാക്കാൻ, നിങ്ങളെ നേരത്തെ കാലപുരിക്കയക്കാൻ ആഗോള ശക്തികൾ എന്നേ തീരുമാനിച്ചതാണ്. ജാഗ്രതയോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിതം ആസ്വദിച്ച് പ്രായപൂർത്തിയായി കടന്നു പോകാൻ സാധിക്കും. അതല്ല എങ്കിൽ പാവം മാധവിന് സംഭവിച്ചതുപോലുള്ള അകാല മരണം അത് ഇനി ആർക്കും നമ്മുടെ നാട്ടിലുണ്ടാവാതിരിക്കട്ടെ. കഴിയുന്നത്ര ഇത് നിങ്ങൾ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കണം. എൻ്റെ ചാനൽ ചെറുപ്പക്കാരെത്ര പേര് കാണുന്നുണ്ട് എന്നെനിക്കറിയില്ല. ഒരു 40 വയസ്സ് കഴിഞ്ഞവരൊക്കെയാണ് കൂടുതലായി കാണുക. അതുകൊണ്ട് ചെറുപ്പക്കാരിലേക്ക്, അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് കഴിയുന്നത്ര ഒന്ന് നൽകണം. നേച്ചർ ലൈഫ് TV ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടണം. ആ ഒരു പ്രചാര പ്രവർത്തനം കൂടെ നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുക്കണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.